അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂസ് പെപ്പ ക്യാൻഡി. എല്ലാവരും സുഖമായി സേഫായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ UAE വെക്കേഷൻ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷേ നമ്മളെല്ലാം ക്വാറൻറ്റൈനിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. Which plant is this? Yes. Which plant? Money plant. And how is this propagated? Through water. കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ വെള്ളത്തിൽ നിന്ന് വളരും. എൻ്റെ മോൾക്കും എൻ്റെ ഉമ്മയെ പോലെ ചെടിയെപ്പറ്റി അറിയാനും വെള്ളം ഒഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മണി പ്ലാന്റൊക്കെ കുറച്ച് വലുതായപ്പോൾ അതൊക്കെ കുറച്ച് പാർട്സായിട്ട് കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി അതിനകത്ത് വേര് ഇറങ്ങുമ്പോൾ മണ്ണിലേക്ക് വെച്ചാൽ നന്നായി വളരും. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ മണ്ണില്ല. അപ്പോൾ മണ്ണെല്ലാം ഇനി വാങ്ങണം. മണ്ണ് വാങ്ങി എവിടെ നമ്മൾ ചെടിയൊക്കെ നടുന്നത്. അപ്പോൾ അത് കാരണം വെള്ളത്തിൽ വെക്കാൻ പറ്റുന്നതെല്ലാം മാക്സിമം വെള്ളത്തിൽ തന്നെ വെച്ച് വളർത്തുന്നു. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം വെള്ളത്തിൽ വളർത്തുന്നതാണ്. ഇത് ഒലിവ് ഓയിലിൻ്റെ ബോട്ടിലാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് ലക്കി ബാമ്പു വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഭരണികൾ എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇതെനിക്ക് കുഞ്ഞുമ്മ ഗിഫ്റ്റ് ചെയ്തത്. അതുപോലെ എൻ്റെ സിസ്റ്റർ ഇൻ ലോയും എല്ലാം എനിക്കിങ്ങനെ ഭരണികൾ ക്യൂട്ടായിട്ടുള്ളതൊക്കെ കണ്ടാൽ അവർ വാങ്ങിച്ചു വെച്ചേക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഭരണികൾ. അപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിച്ചു, അതിനകത്ത് ചെടി വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടി വെക്കാൻ. സാധാരണ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നതാണ്. ഉപ്പ് വയ്ക്കാനും വേറെ ഭരണിയുണ്ട്. ഭരണി കളക്ഷൻ തന്നെ ഉണ്ട്. അങ്ങനെ പ്ലാന്റ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ചെടി ഒന്ന് മാറ്റി നടുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പുതിയൊരു ചെടി ഇട്ട് വെക്കുമ്പോഴോ ഒക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്. എന്നെപ്പോലെ അങ്ങനെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഇനി അടുത്തതൊരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഡിസ്മാൻഡിൽ പീസായിട്ട് ഞാൻ ഓൺലൈൻ വാങ്ങിയതാട്ടോ. നമ്മുടെ ഉണ്ടായിരുന്നൊരു ബുക്ക് ഷെൽഫ് ഒടിഞ്ഞുപോയി. അതിൻ്റെ താഴത്തെ ബേസ് ഒടിഞ്ഞുപോയി. അപ്പോൾ ഒത്തിരി ഷിഫ്റ്റിങ്ങിനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കാരണം അതിന് തന്നെ മടുത്തിട്ടുണ്ടാവണം. അങ്ങനെ അതും ഒടിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് ഈ ഒരു ബുക്ക് ഷെൽഫ്. കുറച്ച് നാളായി വാങ്ങിയിട്ട്, പക്ഷേ നമുക്കിത് സമാധാനമായിട്ട് ഫിക്സ് ചെയ്യാൻ ടൈമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ധാരാളം ടൈമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും മോനും കൂടി ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡ് ക്വാറൻറ്റൈൻ കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുമ്പോൾ ഹസ്ബൻഡിന് ഒരു ഹാപ്പിനെസ് ആവുമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡിന് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹസ്ബൻഡിന് സർപ്രൈസായിട്ട് നമ്മളിത് ചെയ്തതാണ്. ഇത് ആർക്കും എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാര്യം ഇതിൻ്റെ കൂടെ ഒരു മാനുവലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനേ ഉള്ളൂ. ചെറിയൊരു ബുക്ക് ഷെൽഫാണ്. ചെറുതെന്ന് വെച്ചാൽ എൻ്റെ വീട് നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവണം. സ്പേസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബുക്ക് ഷെൽഫാണ് ഞാൻ വാങ്ങിയത്. ഈദിൻ്റെ സമയത്ത് നൂണിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ. ഇതെല്ലാം ഒരു ദിവസം ചെയ്തതല്ല കേട്ടോ. ഒരു ദിവസം പെട്ടെന്ന് ചെയ്ത് തീർക്കുക, 1 മണിക്കൂറിന് ചെയ്ത് തീർക്കാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഫ്രീ ആയിരുന്ന സമയത്തൊക്കെ ചെയ്ത കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്കും ബോറടിക്കും ഇത് ഫുള്ള് ചെയ്യുന്ന കണ്ടാൽ. മാനുവലിൽ പറഞ്ഞേക്കുന്ന അതേ നമ്പറിനുള്ള ഓരോ പലകകളിലും അവർ ഓരോ ആണിയുടെയും ഓരോ നമ്പർ കൊടുത്തേക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ പെട്ടെന്ന് തീരും. ഏതെങ്കിലും ഒരു നമ്പർ മാറിപ്പോയാൽ പിന്നെ ഫുള്ള് ചിലപ്പോൾ അഴിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി മറ്റൊരു ബുക്ക് ഷെൽഫ് അത് മതിലടിക്കാനുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിത് കോൺക്രീറ്റ് നെയിൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞപ്പോൾ ചില പെയിൻ്റൊക്കെ കുറച്ച് ഇളകിയിരുന്നു. നമ്മുടെ ഇതിൽ കുറച്ച് പെയിൻറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെയും ഭാഗ്യത്തിന് കട്ടിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് വൈറ്റ് സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് ഇളകിപ്പോയ സിമെൻറ്റിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ മോനെ കൊണ്ടൊന്ന് ഫില്ല് ചെയ്യിപ്പിക്കുകയാണ്.
സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ക്വാറൻറ്റൈനിലിരുന്ന് ബോറടിച്ചപ്പോൾ എന്തിനകത്തെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിരുന്നാലും നമുക്ക് ആ ഒരു ടെൻഷൻ അറിയില്ല. ഇതിപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കൊറോണ വരുമ്പോൾ നമ്മൾ എപ്പോഴായാലും നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ആദ്യം പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ എന്തിനകത്തെങ്കിലും ഒന്ന് ഇൻവോൾവ് ആയിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിനകത്തൊക്കെ ഇറങ്ങി തിരിച്ചത്. മോൻ പെയിൻറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ മോൾക്കും ഭയങ്കര ആഗ്രഹം പെയിൻറ്റ് ചെയ്യാൻ. പിന്നെ അവൾക്കും കൊടുത്തു ഒരു ബ്രഷ്. അങ്ങനെ അവളും ഇരുന്ന് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് വാൾ മൗണ്ടഡ് ബുക്ക് ഷെൽഫ്. ഇതൊരു ഞാൻ കാരിഫോറിൽ ഒരു 7-8 വർഷം മുൻപ് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബുക്ക് ഷെൽഫാണ്. ഇത് അധികം സ്പേസൊന്നും ഓക്കുപ്പൈ ചെയ്യുന്നില്ല. കണ്ടില്ല, ഞാനിതിപ്പോൾ കോറിഡോറിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഒത്തിരി സ്പേസൊന്നും ഇത് എടുക്കുന്നില്ല. വളരെ തിന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ട് ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ ഇനി നമുക്ക് ബുക്സ് അറേഞ്ച് ചെയ്താലോ? ഞാൻ ഇതിനകത്ത് മുകളിലത്തെ ഷെൽഫിൽ വെക്കുന്നതെല്ലാം കുട്ടികളുടെ ബുക്കാണ്. അതായത് മോൻ വായിച്ചു കഴിഞ്ഞതും മോൾക്ക് വായിക്കാനുള്ളത്. മോൾ ആ ഒരു ഏജ് ആയിട്ടില്ല ഇതെല്ലാം വായിക്കാനായിട്ട്. അപ്പോൾ മോനെല്ലാം വായിച്ചു കഴിഞ്ഞതാണ് ഈ ബുക്സ് എല്ലാം. അപ്പോൾ മോൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് വായിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ മുകളിൽ വെച്ചാൽ കേട്ടോ. സീരീസാണ് കൂടുതലും, കുറേ സീരീസ് ഓഫ് ബുക്സാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് ബുക്സാണെങ്കിൽ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കളയാനല്ല, ഇപ്പം നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാവരും വായിച്ച ബുക്സ് കൊണ്ട് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പിലാണ് കൊടുക്കാറുള്ളത്. അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കോളേജ് അലുമിനി അസോസിയേഷൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്, കുട്ടികളുടെ ലൈബ്രറി. അപ്പോൾ അവിടെയും കുറേ ബുക്സ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം അതെല്ലാം നിർത്തി വെച്ചേക്കാണ്. ഈ ഒരു ഏറ്റവും അറ്റത്തൊരു സ്ലാൻഡിങ് ഷെൽഫ് ഉണ്ടല്ലോ, അവിടെ ഞാനൊരു ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് ഒരു ബോക്സ് വെച്ചതിന് ശേഷം മാത്രമാണ് അതിനകത്ത് ഞാൻ അത് ശരിക്കും ഗെയിംസാണ് കേട്ടോ, പേപ്പർ ഗെയിംസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ബാൻഡിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ താഴോട്ട് വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് വേസ്റ്റായി പോവും. അപ്പോൾ അതിന് തൊട്ട് താഴെ നമ്മൾ ഈ ഒരു ഷെൽഫ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തിന് നമുക്ക് അടുത്ത ബുക്സ് എല്ലാം വെക്കാം. ഇനി ബുക്സ് എല്ലാം ഞാനൊന്ന് പൊടി തട്ടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ചിലതൊക്കെ ഓത്തറിൻ്റെ അനുസരിച്ച് വെക്കുന്നുണ്ട്, പിന്നെ ചിലത് കളർ കോഡ് അനുസരിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബുക്സ് ഓർഗനൈസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം. ബുക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളം ബുക്സ് വായിക്കാൻ തന്നെയാണ് കേട്ടോ. മലയാളം ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി മറ്റൊരു ലാംഗ്വേജ് വായിക്കുമ്പോഴും, മറ്റൊരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം ലാംഗ്വേജസ് ഒന്നും അറിയത്തില്ല. വായിക്കാൻ അറിയാവുന്നത് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് കൂടുതലും. അപ്പോൾ ഹിന്ദി എനിക്കങ്ങനെ ബുക്സ് ഞാൻ വാങ്ങിച്ചൊന്നും വായിക്കാറില്ല. പക്ഷേ ഈ ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുമ്പോഴാണ് ഈ ഒരു ബുക്ക് എനിക്ക് കിട്ടുന്നത്. എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ തോന്നിയൊരു ബുക്കാണ് അത്. പിന്നെ ഇംഗ്ലീഷ് ബുക്സ് ഞാൻ വാങ്ങിച്ച് വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. ഞാൻ പണ്ട് ഉമ്മ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ ഉമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് ബുക്സ് വാങ്ങിച്ചിട്ട് വരും. അതൊക്കെ ഒരു +1 +2 കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻജിനീയറിങ്ങിന് ചേർന്നതിന് ശേഷം എനിക്ക് ബുക്ക് വായനയേ ഇല്ലായിരുന്നു എന്ന് പറയാം. പിന്നീട് ഞാൻ ബുക്ക് വായിക്കുന്നത് ചേതൻ ഭഗത്തിൻ്റെ ബുക്സ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. എനിക്ക് ഒരു ജോലിക്കൊക്കെ പോകണമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം, ആ ഒരു ഫ്ലുവൻസി വേണം എന്നൊക്കെ തോന്നി തുടങ്ങിയ സമയമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ ചേതൻ ഭഗത്തിൻ്റെ ബുക്സ് എല്ലാം വായിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബുക്കാണ് ഖാലിദ് ഹൊസൈനിയുടെ എല്ലാ നോവൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഖാലിദ് ഹൊസൈനി ഒരു അമേരിക്കൻ അഫ്ഗാനി റൈറ്റർ ആണെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജാണ് കേട്ടോ അത്. ഏഷ്യൻ ഓത്തേഴ്സിൻ്റെ ബുക്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. യൂറോപ്യൻ ഓത്തേഴ്സിൻ്റെയൊക്കെ ബുക്സ് വാങ്ങിച്ചാൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യാറില്ലെന്നുള്ളതാണ് സത്യം.
അപ്പോൾ ഞാനിവിടെ വലിയ വാച്ചൊക്കെ കിട്ടിയിരിക്കുന്നത് ട്രാക്കറാണ് കേട്ടോ. അതായത് ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് നമുക്കൊരു ട്രാക്കർ വാച്ച് തരും. അപ്പോൾ ഞാൻ പ്രൈമറി കോണ്ടാക്ട്സിലുള്ള ആളായതുകൊണ്ട് ഹസ്ബൻഡും മോളും പോസിറ്റീവ് ആയതുകൊണ്ടും എനിക്ക് അവർ ട്രാക്കർ വാച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മൂവ്മെൻ്റ് എല്ലാം അവർക്ക് അറിയാൻ പറ്റും. ഇത് നമ്മൾ ഭരണിക്കകത്തിട്ട് വെച്ച ലക്കി ബാമ്പിനകത്ത് ഞാൻ കുറച്ച് സ്റ്റോൺസ് ഇട്ട് കേട്ടോ. ഇത് ഒരു 2 dirhamsന് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. എല്ലാ ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഇങ്ങനത്തെ പെബിൾസ്. അപ്പോൾ അത് ഞാനൊന്നിട്ട് ഒന്ന് ചുമ്മാ ഒരു ഭംഗിക്ക്. ഹസ്ബൻഡ് മുൻപ് വായിക്കാൻ അങ്ങനെ താല്പര്യമുള്ള കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെക്കാൾ കൂടുതൽ ബുക്സ് വായിക്കുന്ന ഹസ്ബൻഡാട്ടോ. പണ്ട് ഞാൻ ഒരു 2 ദിവസം കൊണ്ട് വായിച്ചൊക്കെ എടുത്തിരുന്ന നോവലൊക്കെ ഹസ്ബൻഡ് ഇപ്പോൾ 1 ദിവസം കൊണ്ട് വായിച്ചു തീർക്കും. ഞാനിപ്പോൾ 1 മാസമായാലും തീരത്തില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇനി താഴത്തെ തട്ടിൽ ഞാൻ മക്കൾക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്ന കോമിക്സൊക്കെ വെച്ചേക്കുന്നത്. കോമിക്സ് പിന്നെ ബെഡ് ടൈം സ്റ്റോറി അവരുടെ ബുക്സാട്ടോ ഏറ്റവും താഴത്തെ തട്ടിലൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ ബുക്ക് ഷെൽഫ് ഇവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇവിടെ വന്നിങ്ങനെ നോക്കി ബുക്സ് എല്ലാം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇത് ആഫ്രിക്കയുടെ ഒരു മാപ്പാണ്, ഒരു ക്യൂരിയസ്. പിന്നെ ഇതൊരു ചെറിയ ക്യൂട്ട് വിങ് ചെയിനാണ്. ഇത് ഞാൻ ആദ്യം എനിക്ക് മോനെ പ്രഗ്നൻസി റിപ്പോർട്ട് വാങ്ങിയിട്ട് എനിക്ക് ഫസ്റ്റ് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റാട്ടോ ഇത്. അന്ന് വിങ് ചെയിൻ ഭയങ്കര കോമൺ ഒന്നും അല്ലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഇലക്ട്രിക്കൽ പാനൽ മേക്ക് ഓവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അതെല്ലാം ഞാൻ ഈ കോറിഡോറിലാണ് ഈ ബുക്ക് ഷെൽഫും ഈ ഒരു പാനലും എല്ലാം വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കാഴ്ചകളാണിതെല്ലാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ അവസാനം വരെ ക്ഷമയോടെ കണ്ടതല്ലേ. അതിനൊരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.